ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് സീക്രട്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് തുടക്കക്കാരായ ഒരുപാട് പേർക്ക് കാർ ഡ്രൈവിങ്ങിലെ ഒരു വലിയൊരു പ്രോബ്ലമാണ് വാഹനം ഓടിച്ച് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം ഒറ്റയ്ക്ക് സ്വയമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയാതെ വരുന്നു. പ്രത്യേകിച്ചും ഒരാൾ കൂട്ടത്തിലില്ലെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടാകത്തില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി സൈഡിലുള്ള ആൾക്കാരെ തട്ടുമോ എന്നുള്ള പേടിയും, ഒപ്പം തന്നെ മുന്നോട്ട് ഓടിച്ചു പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുമോ, വണ്ടി ഓഫായി പോകുമോ, ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള ഭയം പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ തുടക്കക്കാർക്ക്, പ്രത്യേകിച്ച് ലൈസൻസ് എടുത്തിട്ടും വണ്ടി ഓടിക്കാനായിട്ട് കഴിയാത്തവർക്ക്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കാർ ഓടിക്കാനായിട്ടുള്ള ചില ഡ്രൈവിംഗ് ട്രിക്കുകൾ, പ്രാക്ടീസ് ചെയ്യേണ്ട ചില ഡ്രൈവിംഗ് മെത്തേഡുകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ലൈസൻസ് എടുത്ത് വാഹനം ഓടിക്കാൻ ഐഡിയ ഉണ്ട്, എന്നാൽ സ്വയമായിട്ട് ഓടിക്കാൻ കഴിയാത്ത അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഗുണമാകും. കാരണം എങ്ങനെ വാഹനം സ്വയമായിട്ട് ഓടിക്കാം, അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തനിയെ തന്നെ, അതായത് ഒരാളുടെ സഹായം, അടുത്ത ഒരാൾ വേണം എന്നുള്ള ഒരു നിർബന്ധം മാറ്റി തനിയെ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാനായിട്ടും, ഒപ്പം തന്നെ ചില ആൾക്കാർക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്തുള്ള ഒരു പേടി എന്ന് പറയുന്നത്, വണ്ടി അത്യാവശ്യമൊക്കെ നന്നായിട്ട് ഓടിക്കും, പക്ഷെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള പേടിയാണ്. ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ, ഉദാഹരണം പറയാൻ ഡ്രൈവിംഗ് ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു കാര്യമാണെങ്കിലും ആ ഒരു വിഷയത്തെക്കുറിച്ച് പ്രോപ്പറായിട്ട് ഒരു ധാരണ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോള്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്ററിൻ്റെ ബാലൻസിങ്, ഗിയർ ഷിഫ്റ്റിംഗ്, ഈ 3 കാര്യങ്ങൾ ഒരേ രീതിയിൽ ഒരേ മൈൻഡോടെ നമ്മൾ കൃത്യമായിട്ടും ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രവർത്തനം മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ട്രിക്കാണ് കാണിച്ചു തരുന്നത്. ഇനി ഓരോന്ന്, സ്റ്റിയറിങ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ്, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏതൊക്കെ ഭാഗത്ത് നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുക്കണം, അതിനുശേഷം രണ്ടാമത് എവിടെ വരണം ശ്രദ്ധ എന്നുള്ളത് നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ആദ്യം ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ കാല് ബ്രേക്കിൽ വരിക. അതായത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങിനെ കുറിച്ചാണ് ആദ്യം ഞാൻ ചിന്തിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ്, ബ്രേക്കിൽ കാല് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ വാഹനത്തിൻ്റെ താക്കോല് തിരിക്കുന്നത്. ഓക്കെ, വാഹനത്തിൻ്റെ താക്കോല് തിരിക്കുന്നു, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ കിടക്കുകയാണ്. ഇനി അടുത്തതായിട്ട് എൻ്റെ ഒരു ശ്രദ്ധ പോകുന്നത്, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ അടുത്തൊരു ശ്രദ്ധ പോകുന്നത് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഫ്രണ്ടും ബാക്ക് സൈഡുമാണ്. അതായത് ഫ്രണ്ടിൽ നിന്ന് ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടോ, ആൾക്കാർ വരുന്നുണ്ടോ, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടോ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് നോക്കുന്നു. അത് ഫ്രണ്ടിലേക്ക് നോക്കുന്നു, ബാക്ക് സൈഡിലേക്ക് റൈറ്റ് മിററിലൂടെ നോക്കുന്നു. ഇനി അടുത്ത ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. അതായത് ലെഫ്റ്റ് കിടക്കുന്ന വണ്ടി നമ്മൾ റോഡിലേക്ക് കയറുകയാണ്, പ്രോപ്പർ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇനി അടുത്ത എൻ്റെ ശ്രദ്ധ പോകേണ്ടത് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അടുത്ത എൻ്റെ ഒരു ശ്രദ്ധ പോകേണ്ടത് കൃത്യമായിട്ട് ഗിയറിലേക്കാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായി. ഇനി വീണ്ടും ഞാൻ വണ്ടി എടുക്കുമ്പോൾ വീണ്ടും എൻ്റെ ശ്രദ്ധ പോകേണ്ടത് എവിടെയാണ്, ഫ്രണ്ടിലും ബാക്ക് സൈഡിലുമാണ്. അപ്പം ഫ്രണ്ടിലേക്ക് ഞാൻ ജസ്റ്റ് നോക്കുന്നു, ബാക്ക് സൈഡ് നോക്കുന്നു. ഇനി അടുത്ത ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഒടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, ഞാൻ സ്റ്റിയറിംഗ് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഒടിക്കുന്നു. ഇനി ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച്, ഓക്കെ, സ്റ്റിയറിംഗ് ഒടിച്ചു പിടിച്ചതിന് ശേഷമാണ് ഞാനിത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയ്ക്കാണ്. ഇനി നിങ്ങൾ മെയിനായിട്ട് ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വരുന്നത്. ഞാനിവിടെ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇതേ വണ്ടിയെ ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ അടുത്തതായിട്ട് ആക്സിലറേഷൻ കുറച്ചിട്ട് സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തന്നെ വരാനായിട്ട് ശ്രമിക്കുക. അതായത് അങ്ങോട്ട് തിരിച്ച സ്റ്റിയറിംഗ് വീണ്ടും ഇടത്തെ സൈഡിലേക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. പല ആൾക്കാർക്കും വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് വണ്ടി മാറിപ്പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു പിടിച്ച് വണ്ടി ആ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കുറയ്ക്കാനായിട്ട് പല ആൾക്കാരും മറന്നു പോകാറുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കാത്തത് കൊണ്ട് തന്നെ ഒരു സൈഡിലേക്ക് വണ്ടി പോകും. അപ്പോൾ ആക്സിലറേഷൻ നിങ്ങൾ കുറയ്ക്കുകയും ഒപ്പം തന്നെ സ്റ്റിയറിങ്ങിനെ നേരെയാക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ
ഇവിടെ നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സ്റ്റിയറിങ്ങും, രണ്ട് ആക്സിലറേഷനുമാണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ കൺട്രോളിന് ആനുപാതികമായിട്ട് സ്റ്റിയറിംഗ് നമ്മളിവിടെ ബാലൻസ് ചെയ്യണം. ആക്സിലറേഷൻ നമ്മൾ എത്രത്തോളം ഇവിടെ ബാലൻസ് ആക്കുന്നോ അത്രത്തോളം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും. ഒരു ബിഗിനർ ഓടിക്കുന്ന സമയത്ത് ഇവിടെ ആക്സിലറേഷൻ അനാവശ്യമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നതിനപ്പുറമായിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വേറെ വഴിക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ആക്സിലറേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് ബാലൻസ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കാതിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുത്തു, ഇനി സെക്കൻഡ് ഗിയർ, തേർഡ്, ഫോർത്ത് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യണം. സ്റ്റിയറിംഗ് കൺട്രോള്, ക്ലച്ച് കൺട്രോളിങ്, ഗിയർ ഷിഫ്റ്റിംഗ്. ഇതാണ് ഇനി ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ചലഞ്ചിങ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൈ കൊണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുക, വലത്തെ കാല് കൊണ്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു, സ്റ്റിയറിംഗിനെ ബാലൻസ് ചെയ്യുന്നു, എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഇടത്തെ കൈ കൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു കൈ കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക, മറ്റേ കൈ നമ്മളുടെ ഗിയർ ലിവറിൻ്റെ ഈ ഒരു ഭാഗത്ത് വരിക. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടിയെ മൂവ് ആക്കുന്നു. എന്നിട്ട് വണ്ടി മൂവ് ആയാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കുറയ്ക്കുക, ജസ്റ്റ് ക്ലച്ച് ചവിട്ടുക, അടുത്ത ഗിയർ ഇടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യണം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീണ്ടും നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകാനായിട്ട് എന്ത് ചെയ്യണം? അതായത് നിങ്ങൾക്ക് ഇത് 3 ബാലൻസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ആക്സിലറേഷൻ നമ്മളിവിടെ കൊടുത്ത് ബാലൻസ് ചെയ്യുന്നു. ആ സമയത്ത് എൻ്റെ വലത്തെ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, ഇടത്തെ കൈ ഗിയർ ലിവറിലേക്ക് ഞാൻ വന്ന് റെഡി ആയിട്ട് നിൽക്കുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, വീണ്ടും എൻ്റെ കൈ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ കിട്ടാനായിട്ട് നമ്മൾ പ്രോപ്പർ ടൈമിങ്ങിൽ ബ്രേക്ക് പെഡലിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം. ഉദാഹരണം പറയാം, ഇപ്പോൾ ഇറക്കം കൂടിയ റോഡിൽ വന്നപ്പം നിങ്ങൾ നോക്കി എൻ്റെ കാല് നേരത്തെ തന്നെ ബ്രേക്ക് പെഡലിൽ വന്നു. ഇനി ഇറക്കം കൂടിയ റോഡ് കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ എൻ്റെ കാല് ആക്സിലറേഷൻ പെഡലിലേക്ക് വരുന്നു. നിങ്ങൾ നോക്കുക, ഞാനിവിടെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ ആ ഒരു സ്പീഡിന് ആനുപാതികമായിട്ടാണ് ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തേടിപ്പോവാണ്. ഇനി എനിക്ക് ഗിയർ ഡൗൺ ചെയ്യണം. ഞാൻ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഞാനിവിടെ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്തു, ആക്സിലറേഷൻ ഇവിടെ കുറച്ചു, പ്രോപ്പർ ടൈമിൽ ക്ലച്ചിൽ എൻ്റെ കാല് വന്നു, പൂർണ്ണമായിട്ട് വന്നു, ഗിയർ ഞാൻ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വണ്ടി ഓടിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇനി അടുത്തൊരു ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളെ വീണ്ടും കാണിക്കാം. നിങ്ങൾ നോക്കുക, പ്രോപ്പറായിട്ട് എൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ പോവുകയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഞാൻ വണ്ടി ഓടിക്കുന്നു. ഇനി അടുത്തൊരു ഗിയർ ഇടണം. നിങ്ങൾ നോക്കുക, ഞാൻ 2 കൈ ഇപ്പോൾ എൻ്റെ സ്റ്റിയറിംഗ് വീലുണ്ട്, കാരണം ഇപ്പോൾ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ട്, നമ്മളിവിടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ഒരു ബിഗിനർ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. നമുക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു, ചെറിയ സ്പേസേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാതിരിക്കുക. വണ്ടി പോയതിന് ശേഷം നിങ്ങൾക്കൊരു സ്പേസ് കിട്ടി എന്ന് കരുതുമ്പോൾ നിങ്ങൾ ഇടുക. ഇപ്പോൾ ഒരു റോഡ് സ്ട്രെയിറ്റ് ആയി, ഫസ്റ്റ് ആക്സിലറേഷൻ കൊടുക്കുന്നു, ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, അടുത്ത കൈ കൊണ്ട് ഞാൻ ഗിയർ ഇടാനായിട്ട് റെഡിയാകുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു, ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, വീണ്ടും ഞാൻ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നിങ്ങൾ നോക്കി എൻ്റെ കൈ പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു. ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് വണ്ടിയെ വലി മുട്ടിക്കാതിരിക്കുക. ഇപ്പോൾ തേർഡിൽ പോകുന്ന സമയത്ത് നമുക്ക് കയറി പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് റോഡിൽ മുന്നമേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുക. അപ്പോൾ ഒരു ബിഗിനറിന് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആകത്തില്ല. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഞാൻ പോവുകയാണ്. നിങ്ങൾ നോക്കിയാൽ 2 കൈയും എൻ്റെ സ്റ്റിയറിംഗ് വീലിലുണ്ട്. വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, മറ്റേ കൈ ഫ്രീ ആക്കി ഗിയർ ലിവറിലേക്ക് വന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യുന്നു, ആക്സിലറേഷനും ബാലൻസ് ചെയ്യുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. വീണ്ടും 2 കൈ നിങ്ങൾ നോക്കുക എൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു, അതായത് ഗിയർ ലിവറിൽ നിന്ന് കൈ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്ന് നമ്മളിത് ബാലൻസ് ചെയ്യുകയാണ്. ഇപ്പം ഞാനിങ്ങനെ ഫോർത്തിൽ പോകുന്നു. ഇനി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഫോർത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്ന് തോന്നിയാൽ അഡ്വാൻസ് ആയിട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യുക, ഇടത്തെ കാൽ എടുത്തിട്ട് ക്ലച്ച് പെഡലിലേക്ക് നമ്മൾ വെക്കുന്നു, ഇടത്തെ കൈ കൊണ്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ ഒരു കൈ കൊണ്ടുള്ള സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ അനിവാര്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ
ബ്രേക്കിൽ വരേണ്ടത് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഇറക്കം കൂടിയ റോഡാണ്, ഇവിടെ ആക്സിലറേഷൻ പെഡലല്ല ഞാൻ വരേണ്ടത്, ഇവിടെ ബ്രേക്ക് പെഡലേ വന്ന് ഞാൻ നിൽക്കുക, ആവശ്യാനുസരണം ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് പോയി. ഇനി ഇത് ഇവിടുന്ന് ഇത്രയധികം ദൂരം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ മതി. ഇനി വേഗത വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആക്സിലറേഷൻ കൊടുക്കുക, വീണ്ടും ബ്രേക്കിലേക്ക് വരിക. ഇതാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. ഇനി ബ്രേക്കും ആക്സിലറേഷനും ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇടയ്ക്ക് നമുക്ക് ചില സാഹചര്യങ്ങളിൽ എടുത്ത് ബ്രേക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇനി ചില സിറ്റുവേഷനിലാണെങ്കിലോ നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ കൊള്ളിച്ച് വെക്കാം. എന്നാലും നമുക്കൊരു പ്രോപ്പർ ബാലൻസ് ഇതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിൽ ഇങ്ങനെ തന്നെ കാലെടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഓക്കെ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ പ്രോപ്പറായിട്ട് ഇട്ടിരിക്കണം. ബാക്ക് സൈഡിൽ നിന്ന് വണ്ടികൾക്ക് നമ്മൾ വണ്ടി ഒതുക്കാൻ പോവുകയാണെന്ന് അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇനി ഒതുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വളവിലൊന്നും കൊണ്ടുപോയി വണ്ടി നിർത്തരുത്. പ്രോപ്പറായിട്ട് നമുക്ക് വണ്ടി നിർത്താൻ പറ്റുന്ന സ്പേസ് കണ്ടെത്തി നമ്മൾ അപകടം ഉണ്ടാകാത്ത രീതിയിൽ, മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ വാഹനത്തെ സൈഡിൽ പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്ക് പെഡലിൽ നിൽക്കുന്നു. നിങ്ങൾ നോക്കുക, ഇവിടെ ചെറിയൊരു വളവാണ്. ഞാനിതേ പതിയെ സ്റ്റിയറിംഗ് എടുത്ത് തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളിങ്ങനെ ചേരുന്നു. ഇനി നമുക്ക് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്യണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു, ബ്രേക്ക് വന്ന് ഫുൾ ക്ലച്ച് ചവിട്ടി നമ്മൾ വാഹനത്തെ സേഫായിട്ട് പാർക്ക് ചെയ്യുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തനിയെ തന്നെ വണ്ടി ഓടിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് മെയിൻ ബാലൻസ് 3 കാര്യങ്ങൾ ഒരേ രീതിയിൽ ഉണ്ടാകണം. സ്റ്റിയറിംഗ് ബാലൻസ്, ക്ലച്ച് ബ്രേക്ക്, ആക്സിലറേഷൻ്റെ ബാലൻസ്, ഗിയർ ഷിഫ്റ്റിംഗ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ ഞാൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തന്നു. അപ്പം ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ മെത്തേഡൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് കൂടുതൽ ഇമ്പ്രൂവ് ആക്കാനും ഏറ്റവും നന്നായിട്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമാകുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.